ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഹിയർ ദി സൺസ്പോട്ട് എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്, അതായത് ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് തൈച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു സൈൻ ക്ലാസ് നടക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ സിഇഒയും പിന്നെ എപ്പോഴും സിഇഒയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പയ്യൻ, ആളുടെ പേര് ചിബ എന്നാണ്. സോ ചിബായും പിന്നെ നമ്മുടെ തൈച്ചിയും ഒക്കെ നിന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ തൈച്ചിയും പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ആ ഒരു ഇവൻ്റ് കഴിയുമ്പോഴത്തേക്കും ചിബയുടെ കൂടെ തിരിച്ച് തയ്ച്ച് നടന്നു പോകുമ്പോഴത്തേക്കും മെറ്റീരിയൽസൊക്കെ ആരാണ് പ്രിൻറ്റ് ചെയ്തതെന്ന് ചിബ ചോദിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചി ഞാനാ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ തയ്ച്ചിയോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ചിബ ഇപ്പോൾ ദേഷ്യപ്പെടുന്നേ ഇല്ല. ആ സമയം തയ്ച്ചിരിക്കും അപ്പം ഞാൻ നന്നായിട്ടാണല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിബയുടെ പുറകെ നടക്കുന്നുണ്ട്. ആ സമയം തന്നെ മാനേജർ ആരുമായിട്ടോ സംസാരിക്കുന്നതും തയ്ച്ചി കാണുന്നുണ്ട്. അതിനുശേഷം മാനേജറുമായിട്ട് തയ്ച്ചി ഇങ്ങനെ പുറത്ത് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോഴാണ് ഇതുപോലെ തയ്ച്ചി മാനേജറുടെ അടുത്ത് തൻ്റെ ഒരു അറിയാനുള്ള ആഗ്രഹം കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, ശരിക്കും അതൊരു ആഗ്രഹമായിരുന്നു എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ആ സമയം മാനേജർ പറയുന്നുണ്ട് തനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നതും ആ പെൺകുട്ടിയും ഇതുപോലെ സംസാരിക്കാനായിട്ട് കഴിവില്ലായിരുന്നു. ആ പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട് താനാണെങ്കിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയോട് സംസാരിച്ചു. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായി. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ആയില്ല. അവളിപ്പോൾ വേറൊരു ലൈഫ് ജീവിക്കുകയാണ്. എന്നാലും അവളുടെ കൂടെ ആ സ്പെൻഡ് ചെയ്ത ടൈം കൊണ്ടെല്ലാം തന്നെ സൈൻ ലാംഗ്വേജ് മൊത്തത്തിൽ ഞാൻ പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനൊരു സൈൻ ലാംഗ്വേജിൻ്റെ കമ്പനി വേണമെന്ന് ആഗ്രഹം തോന്നി. അവളുമായിട്ട് ബ്രേക്കപ്പ് ആയെങ്കിലും ആ ഒരു ആഗ്രഹം ഞാൻ വിട്ടു കളയാൻ നിന്നില്ല. കാരണം ബ്രേക്കപ്പ് ആയാൽ പോലും ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നില്ലേ അവളും സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾവിശക്തി ഇല്ലാത്തവരുടെ പലരുടെയും പ്രശ്നമാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ടൈമിന് ആളുകളെല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കും. അവർക്കത് ഒരുമാതിരി നാണക്കേടും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ആ സാധാരണക്കാർക്കും സൈൻ ലാംഗ്വേജ് അറിയാമെങ്കിൽ ഇതുപോലെ പ്രശ്നമുള്ളവരടുത്ത് കമ്മ്യൂണിക്കേറ്റിന് എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് പഠിക്കാനായിട്ട് സൈൻ ലാംഗ്വേജിൻ്റെ ഒരു കമ്പനി തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നീ എന്തിനാ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാനൊക്കെ നിന്നത്? നിനക്കും അങ്ങനെ സ്നേഹിക്കുന്ന ഇതേപോലെ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തൈജി അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് തിരിച്ച് അവൻ വീട്ടിലേക്ക് വന്നിട്ട് അവനിങ്ങനെ ഫോൺ നോക്കി ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും കോഹെ തന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല എന്ന്. കാരണം ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് തൈച്ചി വന്നിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസമായി. പക്ഷേ ഇതുവരെയായിട്ട് കോഹെ അവൻ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ആ സമയമാണ് യോക്കോ അവനെ കോൾ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് യാസുവും വരുന്നുണ്ട്. യാസു അങ്ങനെ യോക്കോയുടെ അടുത്ത് പോയി ക്ലീൻ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞിട്ടിട്ട് ഫോൺ വാങ്ങിച്ച് തൈച്ചിയോട് ഇരുന്ന് നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. തയ്ച്ചപ്പോൾ ആ നന്നായിട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ യാസു പറയുന്നുണ്ട് കോഹയാണെങ്കിൽ ആ പുതിയ പയ്യനുമായിട്ട് നല്ലതുപോലെ തന്നെ കൂട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. തയ്ച്ചപ്പോൾ പുതിയ പയ്യനോ അതാരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യാസു ആണെങ്കിൽ അത് പിന്നെ കോഹയുടെ പുതിയ നോട്ട് ടേക്കറായിട്ട് വന്നേക്കുന്ന പയ്യൻ, അവനെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട്. അവരുണ്ടേരും നല്ല ക്ലോസ് ആയിട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തയ്ച്ചിക്ക് നല്ല സങ്കടം വന്നു. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടുന്നില്ല. യാസു അപ്പോൾ ഹലോ നീ പോയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തയ്ച്ചി ഇല്ലല്ല ഇവിടെ ഉണ്ട്, അതെന്തായാലും നല്ല കാര്യമല്ലേ, അവന് നോട്ട് കൊടുക്കാനും ഫ്രണ്ടായിട്ട് ഒരാളുണ്ടല്ലോ എന്നൊക്കെ ഇരുന്നിങ്ങനെ പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തയ്ച്ചിയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു കഫേയുടെ ഓണറിനെ അവ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സൈൻ ലാംഗ്വേജ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ട് സിഇഒയ്ക്കും ചിബയ്ക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ആ സമയമാണ് മായ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മായ ആക്ച്വലി ഈ സിഇഒയുടെ ഒരു റിലേറ്റീവായിട്ട് വരുന്ന പെൺകുട്ടിയാണ്. പെട്ടെന്ന് മായനെ കാണുമ്പോഴത്തേക്കും അവളെ ഫേസ് ചെയ്യാൻ മടിയായിട്ട് ഉടനെ തന്നെ തയ്ച്ചി അവിടെ നിന്ന് ഓടി മാറുന്നുണ്ട്. കാരണം തയ്ച്ചി കാരണം ഒരിക്കൽ മായ കരഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപക്ഷെ തൻ്റെ അടുത്ത് ദേഷ്യം കാണുന്ന എഴുതിയിട്ടാണ് അവൻ മാറിപ്പോകുന്നത്. അതായിരിക്കും റീസൺ എന്ന് അവൾക്കും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ചിബ വന്ന് സിഇഒനെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ആ ഒരു റൂമിൽ തയ്ച്ചിയും പിന്നെ മായയെ മാത്രം ഒറ്റയ്ക്കാവുന്നുണ്ട്. ആ ടൈമിന് തയ്ച്ചി അങ്ങോട്ട് മായയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും തയ്ച്ചി മായയുടെ അടുത്ത് ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം കോഹയോട് പറയരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം മായ നീ അവൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനും പറയുന്നില്ല. മറ്റാരെങ്കിലും പറഞ്ഞ് അറിയുന്നതിനേക്കാളും നീ തന്നെ നേരിട്ട് പറയുന്നതായിരിക്കുമല്ലോ അവനും സന്തോഷമുള്ള കാര്യമെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചിയും അതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് മായ അല്ല നീ എന്താ അവൻ്റെ അടുത്ത് ഇതിനിടെ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ തയ്ച്ചി എനിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. മായ എന്താ ആ കാര്യം എന്ന് വെച്ചപ്പോൾ തയ്ച്ചിയാണെങ്കിൽ അത് പിന്നെ എനിക്ക് എപ്പോഴും എക്സ്പ്രസ് ചെയ്ത് പറയണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പരമാവധി നന്നായിട്ട് തന്നെ പറയാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചിലരടുത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റാറില്ല. ഞാനാണെങ്കിൽ നല്ലതുപോലെ ശ്രമിക്കാറുമുണ്ട്, ട്രൈ ചെയ്യാറുമുണ്ട്.
ചില സമയം എനിക്ക് പേടി തോന്നാറുണ്ട്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കേൾക്കുന്ന ആൾ മറ്റൊരു രീതിയിലായിരിക്കുമോ എടുക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന എനിക്കൊക്കെ ഇത്രയും പേടിയുണ്ടെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾവിശക്തി ഇല്ലാത്ത നിങ്ങളൊക്കെ മറ്റൊരാളടുത്ത് നിങ്ങളുടെ കാര്യങ്ങളും അവസ്ഥകളും പറയാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അതൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ കോഹെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നൊരു പയ്യനായിരുന്നു ഞാനവൻ ആദ്യം കാണുമ്പോൾ. പക്ഷെ പിന്നീട് അവൻ്റെ കൂടെ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ അവൻ ആദ്യമായിട്ട് ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവനെ എപ്പോഴും സന്തോഷിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. എപ്പോഴും അവൻ്റെ മുഖത്ത് ആ ചിരി കാണണമെന്നുള്ള ആഗ്രഹം വന്നു. അതിനായിട്ട് ഞാൻ ശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഒരാൾക്ക് മാത്രം സന്തോഷം കൊണ്ടുവന്നാൽ പോരല്ലോ, എല്ലാവർക്കും സന്തോഷം വേണ്ടേ? അതിന് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ കമ്പനി ജോയിൻ ചെയ്തത്. ഈ കമ്പനിയിൽ നിന്ന് സാധാരണക്കാർ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ ആ സൈൻ ലാംഗ്വേജ് ആവശ്യമുള്ള ആൾക്കാർക്കും ഭയങ്കര വലിയ ഉപകാരമായി മാറും. എല്ലാവർക്കും മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ എനിക്ക് കോഹെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹം. അതിപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇല്ലെങ്കിൽ പോലും അവന് ചിരിക്കാൻ പറ്റുന്നൊരവസരം ഉണ്ടാവണം. ആ രീതിയിൽ ലോകം മാറണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ മായ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തൈച്ചി ഇത്രയും കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും മായ നിനക്കിതൊക്കെ അങ്ങോട്ട് ഓപ്പണായിട്ട് കോഹയോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം തൈച്ചി പറയണമെന്നുണ്ട്, പക്ഷെ അവനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും പെട്ടെന്ന്. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മായയ്ക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായിട്ട്, അപ്പോൾ ഇതൊക്കെയാണല്ലേ സംഭവം, നീ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറ, നീ നിൻ്റെ ഫീലിങ്സും മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ തൈച്ചിക്ക് ഇവള് പറഞ്ഞു കൊടുക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. തൈച്ചിക്ക് കോഹയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ഇപ്പം തന്നെ മായയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതിലൂടെ തൈച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവളത് അവൻ്റെ അടുത്ത് ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറയുമ്പോഴും അവൻ നീ എന്തൊക്കെയാണ് പറയുന്നത്, എന്തുവാ അത് എന്നുള്ള രീതി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നീ എന്തൊരു പൊട്ടനാടാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. ആ ടൈമിന് തന്നെ കഴിഞ്ഞ ദിവസം അവളുടെ ഫ്രണ്ട്സ് വന്ന് സംസാരിക്കുന്ന ടൈമിന് അവൾ ഒരുമാതിരി ഇങ്ങനെ ആയി നിന്നപ്പോൾ അങ്ങോട്ടേക്ക് തയ്ച്ച് വന്ന് ഇടപെട്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് ഇപ്പോൾ താങ്ക്സ് പറയുന്നുണ്ട്. പക്ഷേ ആ റീസണ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താൻ താങ്ക്സ് പറഞ്ഞതെന്ന് അവൾ പറയുന്നില്ല. ജസ്റ്റ് തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതും എന്തിനാണെന്നുള്ളത് അവന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ വീണ്ടും നീ ശരിക്കും ഒരു പൊട്ടനാടാന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് തയ്ച്ച് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അവൻ കാണുന്നതാണ്. അത് കാണുമ്പോഴത്തേക്കും അവന് കോഹയുടെ ഓർമ്മ വരുന്നുണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉത്സവം എന്നൊക്കെ പറയുന്ന പോലെ അവിടെയുള്ള എന്തൊരു സംഭവമാണ്, സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് നമ്മുടെ തൈച്ചീനെ യോക്കോയും യാസുവും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ദിവസമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എന്ത് സംഭവമാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുടെ നല്ല തിരക്കുമുണ്ട്. അങ്ങനെ യാസുവും യോക്കോയും തൈച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് തൈച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയം കോഹ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തൈച്ചി അപ്പോൾ അല്ല അവനെന്തിനാണ് ഇവിടെ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് യോക്കോ ആണെങ്കിൽ അല്ല അവനെയും വിളിക്കാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചി നീ എൻ്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ യോക്കോ ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട്. തൈച്ചി അപ്പോൾ ഞാൻ കേട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചില്ല എന്ന് പറയാണ്. അതിനുശേഷം തൈച്ചി പോയിട്ട് എന്തോ ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് യോക്കോയുടെ അടുത്തുനിന്നും യാസൂരുടെ അടുത്തുനിന്നും അവൻ വേറെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ അവർ രണ്ടുപേരെയും കാണാനില്ല. അവിടെ ഫുള്ള് തിരക്കായതുകൊണ്ട് നോക്കിയിട്ട് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കോഹയെ അവിടെ വെച്ച് കാണുന്നത്. അങ്ങനെ കോഹ എന്തായിരിക്കും ഇവിടെ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്ച്ച് കോഹയുടെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ കോഹേനെയും എവിടെയോ വെച്ച് മിസ്സാവുന്നുണ്ട്. അങ്ങനെ അവൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് കോഹ ഇവൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും തിരക്കില്ലാത്തവരടുത്ത് നിന്ന് മാറി നിന്നിട്ട് ആ ഒരു സ്നാക്സൊക്കെ കഴിച്ച് സംസാരിക്കുകയാണ്. ആ സമയം കോഹെ പറയാണ് ഞാൻ എൻ്റെ അമ്മേനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അമ്മയുടെ ഏതോ ഒരു ഫ്രണ്ടിനെ കണ്ടു. ആ സമയത്ത് ഞാനും അമ്മയും തമ്മിൽ രണ്ട് വഴിയിലായിപ്പോയി. ഇപ്പം അന്വേഷിച്ചിട്ട് ആളെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അതും പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും കോഹയാണെങ്കിൽ നീ നല്ല ബിസിയായിരുന്നോ, നീ എന്നെ ഒരിക്കൽ പോലും വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ തൈച്ചി ഞാൻ ബിസിയായിരുന്നു, പക്ഷേ നീയും എന്നെ ഒരിക്കൽ പോലും വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. കോഹയപ്പോൾ ഞാൻ നിന്നെ ആദ്യം വിളിക്കത്തില്ല എന്ന് പറയുമ്പോൾ തൈച്ചി അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കോഹയപ്പോൾ നീ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ച് ശല്യം ചെയ്യത്തില്ല എന്ന് പറയാണ്. തയ്ച്ചിയ സമയം യാസു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നീയും നിൻ്റെ പുതിയ നോട്ടേക്കറും നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും കോഹയാണെങ്കിൽ ആ ശരിയാ, നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാണ്. തയ്ച്ചിക്ക് എന്തോ അത് കേൾക്കുമ്പോഴത്തേക്കും ജലസും സങ്കടമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തയ്ച്ച് മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. കോഹയപ്പോൾ പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, എപ്പോഴും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം തയ്ച്ചി സീരിയസ് ആയിട്ട് തന്നെ അവൻ്റെ മനസ്സിലുള്ളൊരു കാര്യം തുറന്നു പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കോഹയാണെങ്കിൽ തൈച്ചി
നമുക്കിനി ഇതേപോലെ ഫ്രണ്ട്സായിട്ടിരുന്ന് പരസ്പരം മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തൈച്ചി പറയാനായിട്ട് വന്ന കാര്യം അങ്ങ് പറയാതെ വിട്ട് കളഞ്ഞിട്ട് പറ്റുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അവനെന്തോ പറയാൻ വന്ന കാര്യം പറയാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ കോഹയുടെ പോത്ത് പോലും നോക്കാതെ പോകാൻ സമയമായി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നടന്നു പോയി കളയാണ്. അങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്ന ടൈമിന് തൈച്ചി സ്വയം വിചാരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഇത് മനസ്സിലാക്കിയില്ല, എനിക്ക് അവനോടുള്ള ഈ ഫീലിങ്സ് എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന്. അങ്ങനെ അതും മനസ്സിൽ വിചാരിച്ച് അവനിങ്ങനെ നടന്നു പോകുന്ന ടൈമിന് അവൻ ചെന്ന് വീഴുന്നുണ്ട് ഒരിടത്ത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുന്നത്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഇവർ രണ്ടുപേരും ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് ആ പിരിയുന്ന സമയത്ത് കോഹയാണെങ്കിൽ പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ട് തൈച്ചി എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് സൈൻ ലാംഗ്വേജിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്ച്വലി അത് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നല്ലായിരുന്നു ആ ഒരു ആക്ഷനിലൂടെ കാണിച്ചത്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നായിരുന്നു. അതായിരുന്നു ആ സൈൻ ലാംഗ്വേജ് ആക്ഷൻ്റെ അർത്ഥം. ആ ഒരു അർത്ഥം മനസ്സിലായത് തന്നെ തൈച്ചിക്ക് വളരെ കുറച്ച് ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഇന്നലെയാണെന്നും കൂടി പറയാം. കഴിഞ്ഞ ദിവസമാണ് തൈച്ചിക്ക് ആ ഒരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയത്. അതും ആ ഒരു സൈൻ കമ്പനിയിലെ ആ ഒരു CEO പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെയാണ് തൈച്ചിക്ക് മനസ്സിലായത് കോഹ തൻ്റെ അടുത്ത് കോഹയ്ക്ക് തൈച്ചീനെ ഇഷ്ടമാണെന്നാണ് അതിൽ കൂടെ ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ തൈച്ചി അത് മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയി. ഇപ്പോൾ തൈച്ചിക്കും മനസ്സിലാവുന്നുണ്ട് അവനും കോഹയോട് തിരിച്ച് ഫീലിങ്സ് ഉണ്ടെന്ന്. എന്നാൽ അത് തുറന്ന് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ ഇനി താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് തൈച്ചി അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കോഹീനെ കാണിക്കുമ്പോൾ അവനായാലും ആ നിന്ന സ്ഥലത്തുനിന്ന് പോകുന്നില്ല. അവിടെ തന്നെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതായത് കോളേജിൽ അവന് പുതിയ നോട്ട് ടേക്കറിൻ്റെ കൂടെ ഒന്ന് നോട്ട് എഴുതുന്നതും, പിന്നെ തൈച്ചി പോയതുകൊണ്ട് തന്നെ അവൻ്റെ കൂട്ടിനിപ്പോൾ യോക്കോയും യാസും ഉണ്ട്. അവരുടെ കൂടെ ഇരിക്കുമ്പോഴായാലും ഇവനെപ്പോഴും തൈച്ചിനെ കുറിച്ച് ആലോചിക്കുന്നതും അതൊക്കെ തന്നെ. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ആവുന്നതാണ്. എന്നാലും അവർ രണ്ടുപേരും ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ രാത്രി ആകുമ്പോഴത്തേക്കും ആൾക്കാർ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഒരിടത്ത് തൈച്ചി ഇരിക്കുമ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് കോഹ വരുന്നത്. കോഹേനെ കാണുമ്പോൾ തൈച്ചി എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹയാണെങ്കിൽ തൈച്ചിയോട് നമ്മളിങ്ങനെ പിരിഞ്ഞാൽ നമ്മളിനി ഒരിക്കലും കാണത്തില്ല എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എനിക്കും ഈ ലോകത്തൊരു സ്ഥാനമുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ പോലും എനിക്കെപ്പോഴും നിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹം തൈച്ചി. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ കോഹെ സോറി, ഞാൻ എന്തൊക്കെയായി പറഞ്ഞേ, ഞാനിങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. തൈച്ചി ഉടനെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കോഹയുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ സോറി പറയുന്നത്? ഇതുവരെ ആയിട്ട് എൻ്റെ മറുപടി എന്താണെന്ന് നീ കേട്ടില്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ് കോഹ എന്ന് പറയുന്നുണ്ട്. കോഹ അപ്പോൾ ഒന്ന് ഷോക്കായിട്ട് ഞാൻ ഇത് ശരിക്കും കേട്ടതാണോ അതോ എനിക്ക് തോന്നുന്നതാണോ, ക്ലിയറായിട്ട് തന്നെയാണോ കേട്ടത്, നീ എൻ്റെ അടുത്ത് തമാശ കളിക്കുന്നതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തയ്ച്ചപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, നിനക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എത്ര തവണ പറയാനും ഞാൻ തയ്യാറാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് കോഹയെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം കോഹയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. തൈച്ചിയും കോഹേനെ ഹഗ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ക്ലാസ്സുള്ള ദിവസം രാവിലെ തന്നെ കോഹ ഉണ്ടാക്കിയ ഫുഡ് അവൻ്റെ അമ്മ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അവൻ എൻ്റെ മോൻ തന്നെയെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. തൈച്ചിയുടെ മുത്തശ്ശനെ കാണിക്കുവാണെങ്കിൽ വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസം. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇന്ന് മഴയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് കോഹേനെയും തൈച്ചിനെയും കാണിക്കുവാണെങ്കിൽ തൈച്ചി ഇപ്പോൾ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. കോഹയും തൈച്ചിയും ഫുഡ് കഴിക്കാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും അവരെപ്പോഴും വന്നിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആ സമയം മായയ്ക്ക് നമ്മുടെ കോഹയുടെ നോട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കോഹയുടെ ബാഗിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടെല്ലാം തൈച്ചി ഇങ്ങനെ എടുത്ത് നോക്കുന്ന ടൈമിന് കോഹയുടെ അടുത്ത് കോഹേ നിനക്കാണെങ്കിൽ എല്ലാം ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നായിരിക്കും നീ ആഗ്രഹിക്കുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹെ തൈച്ചീനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് തൈച്ചിയോട് എനിക്ക് ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും വേണ്ട, ഇത് തന്നെ മതിയെന്ന് പറയും. കാരണം നിന്നെ മീറ്റ് ചെയ്തത് എനിക്ക് ശരിക്കും സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. തൈച്ചിയും തനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയാണ്. ആ സമയം കോഹെ ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും തൈച്ചിക്ക് നാണം വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലേ ഒന്ന് പോയെന്ന് പറയുന്നുണ്ട്. എന്നാൽ കോഹെ വീണ്ടും പറയാനായിട്ട് പറയുമ്പോൾ തൈച്ചി ഇല്ല നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം തൈച്ചിയാണെങ്കിൽ നിനക്ക് ഈ ലിപ്പ് റീഡിങ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുപോലെ എനിക്കും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കോഹയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കും പറ്റുമെന്ന് പറയുന്നുണ്ട്. തയ്ച്ചപ്പോൾ നീയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്, ലിപ്പ് റീഡ് ചെയ്ത് ഞാൻ അത് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോഹ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് തയ്ച്ചിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നുകൂടെ പറയാനായിട്ട് പറയുമ്പോൾ കോഹ ഒന്നുകൂടെ ആ കാര്യം പറയുന്നുണ്ട്. തയ്ച്ചപ്പോൾ അവൻ്റെ അടുത്ത് നീ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്, ഇത്ര ഈസി ആയിട്ടൊന്നും ഈ കാര്യമൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട്. മിക്കവാറും കോഹ ഐ ലവ് യു എന്നല്ലായിരിക്കും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തയ്ച്ചി ഇത് പറഞ്ഞു കഴിയുന്നതും അവൻ്റെ മുഖമൊക്കെ ഭയങ്കര ചുമന്ന് കൊടുത്ത് ബ്ലഷായി വരുന്നുണ്ട്.
ആ സമയം ഗോഹയാണെങ്കിൽ നീ ബ്ലഷ് ആയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ട് രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടായിരുന്നൊരു ബൈ.